ഒരു പെരുന്നാൾ ദിനത്തിന്റെ ഓർമ്മയാണ് ഇവിടെ പങ്കുവെക്കുന്നത്. പെരുന്നാളാണ്, പിറന്നാളല്ല. രണ്ട് പെരുന്നാളുകൾ, ഒന്ന് ഈദുൽ ഫിത്തർ, ഈദുൽ അസ്ഹ. ഞാനിവിടെ ഓർത്ത് പറയുന്നത് ഒരു ചെറിയ പെരുന്നാളിന്റെ ബാല്യകാല ഓർമ്മയാണ്. ഞാൻ ഹൈസ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത് 1980 ആരംഭത്തിൽ പെരുന്നാൾ ദിവസം പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി പോയി. അത് തക്ബീർ ധ്വനികൾ കൊണ്ട് ഇങ്ങനെ അതിന്റെ ആരവം മുഴങ്ങുന്ന ഒരു പുലരി, അത് പാതിരക്കെ ആരംഭിക്കുക. എല്ലാ പള്ളികളിൽ നിന്നും ഇങ്ങനെ തക്ബീർ ധ്വനി ഉണ്ടാവും. അപ്പോ പുലരെ സ്ത്രീകളൊക്കെ കുളിക്കാൻ പോകും. ഈ തിരുവാതിരക്ക് സ്ത്രീകൾ കുളിക്കാൻ പോകുന്നത് പോലെ എൻ്റെ നാട്ടിലെ സ്ത്രീകളൊക്കെ തൊട്ടടുത്തൊരു തോട്ടിൽ ഒന്നിച്ച് ചൂട്ടൊക്കെ കത്തിച്ച് കുളിക്കാനൊക്കെ പോകുന്നു. ഇങ്ങനെ നിറമുള്ള ഓർമ്മകൾ, അത്തറിന്റെയും പുതുവസ്ത്രത്തിന്റെയും ഒക്കെ ഓർമ്മകൾ. പിന്നെ ആ ദിവസത്തിന്റെ ഒരു പ്രത്യേകത, എൻ്റെ നാട്ടിലുള്ള ആരും ജാതി മത ഭേദമന്യേ എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന ഒരു ദിവസമാണ്. ആരും പട്ടിണി കിടക്കില്ല എന്നുള്ളതാണ്. അങ്ങനെയൊക്കെയുള്ള ബാല്യകാലത്തിലെ ഈ പെരുന്നാളിന് നല്ല ഓർമ്മ ഉണ്ട്. അതിൽ ഈ ഒരു പെരുന്നാൾ അന്ന് പള്ളിയിൽ നിസ്കരിക്കാൻ പോയി. അപ്പോ പള്ളിയുടെ മുകളിലാണ് ഞാനും കൂട്ടുകാരും ഒക്കെ നിസ്കരിക്കാൻ വേണ്ടി ഇരിക്കുന്നത്. ഈ ഖുതുബ എന്ന് പറയുന്ന പരിപാടിയെല്ലാം കഴിഞ്ഞു. അത് നിസ്കാരം കഴിഞ്ഞ ഉടനെ പള്ളിയുടെ താഴെ നിന്ന് വലിയ ബഹളം ഉണ്ടായി. എടാ പോടാ എന്നൊക്കെയുള്ള ആരവവും ആളുകൾ പരിഭ്രമിച്ചോടുന്നതും ഞങ്ങൾ പള്ളിയുടെ മുകളിൽ നിന്ന് കാണുകയാണ്. അങ്ങനെ ഞങ്ങൾ പേടിച്ച് വിറച്ചുകൊണ്ട് മുകളിലിരിക്കുകയാണ്. എന്തോ പ്രശ്നമുണ്ടായി എന്ന് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ ഇത്തിരി കഴിഞ്ഞപ്പോൾ താഴെ ഇറങ്ങി നോക്കിയപ്പോൾ പള്ളിയിൽ നിസ്കരിക്കുന്ന സ്ഥലത്ത് ഇമാമ് അതിന്റെ മിമ്പർ എന്ന് പറയുന്നതിന്റെ ഭാഗത്തടുത്തൊക്കെ ആയിട്ട് ആളുകൾ മുറിവേറ്റ് വീണ് കിടക്കുന്നു. അവിടെ സൈക്കിൾ ചെയിന്, മുളക് പൊടി, കുടുവാള് അവിടെ ചെതറിക്കിടക്കുന്നത് കണ്ടു. ആളുകൾ ഒരാൾ മാരകമായി കുത്തേറ്റു. അയാളെ എടുത്ത് പുറത്തോട്ട് പോകുന്നു. ഇങ്ങനെ രക്തം ചിതറിക്കിടക്കുന്ന, രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന മനുഷ്യന്മാരെ കാണുന്നു. അതും പള്ളിയിൽ വെച്ചാണ് ഇങ്ങനെ സംഭവിച്ചത്. ഇങ്ങനെ ഇതിന്റെ പേരിൽ നാട്ടിൽ വീണ്ടും തുടർ കൊലകളൊക്കെ ഉണ്ടായി. അതിന്റെ പകരം വീട്ടലിന്റെ ഭാഗമായിട്ടൊക്കെ ഏറെക്കാലം നാട്ടിൽ ഇതുകൊണ്ട് ഒരു സംഘർഷം ഉണ്ടാകുകയും പകപോക്കലും ഒക്കെ നടക്കുകയും ആളുകൾ വല്ലാതെ പ്രയാസപ്പെടുകയും ചെയ്തു. കാരണം പള്ളിയിൽ വെച്ച് ഒരു പെരുന്നാൾ ദിവസം ഇങ്ങനെ സംഘട്ടനം ഉണ്ടായി, ആളുകൾ കൊല്ലപ്പെടുന്നു, കുറെ ആൾക്ക് മുറിവേൽക്കുന്നു. ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത ഒരു ദുർവിധിയാണ് നമ്മുടെ നാടിന് സംഭവിച്ചത് എന്നൊക്കെയുള്ള ബേജാറിലും പ്രയാസത്തിലും ആളുകളെ കാലത്ത് വിചാരിച്ചത്, എന്നെ പോലുള്ള കുട്ടികളും വിചാരിച്ചത്, ലോക ചരിത്രത്തിൽ പള്ളിയിൽ എവിടെയും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുകയില്ല, അത് നമ്മുടെ നാട്ടിലാണ് ഉണ്ടായത്, ഇത് നമ്മുടെ നാട് ഒരു ശപിക്കപ്പെട്ട നാടായി പോയല്ലോ എന്നൊക്കെയുള്ള വേദന എല്ലാവരും പങ്കുവെച്ചു. പള്ളിയിൽ നിസ്കാരമൊക്കെ ഒഴിവാക്കി പള്ളി അടച്ചിട്ടു. പള്ളിയിൽ പോലീസ് കാവലായി. ഇങ്ങനെ ഇതൊരു വലിയ പ്രയാസമായി മനസ്സിനെ മതിച്ചു. കുറെ കാലങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഈ ഇസ്ലാമിക ചരിത്രമൊക്കെ വായിക്കാൻ തുടങ്ങിയപ്പോൾ, കുറച്ചുകൂടി മുതിർന്ന വായനയൊക്കെ ആരംഭിച്ചപ്പോഴാണ് ചില ഞെട്ടിക്കുന്ന സത്യങ്ങൾ, ചരിത്രത്തിലെ ഞെട്ടിക്കുന്ന സത്യങ്ങൾ, ഫിത്ന എന്ന് പറയുന്ന ആഭ്യന്തര കലാപം ഇസ്ലാമിക ചരിത്രത്തിൽ അതിന്റെ ആരംഭം മുതൽ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലായി. ഞങ്ങളുടെ നാട്ടിൽ ഈ പരമ്പരാഗതമായ ഒരു കമ്മിറ്റി, മുത്തവല്ലി എന്ന് പറയുന്ന ഒരു ഭരണസമിതിയും പുതുതായി ഉണ്ടാക്കിയ ഒരു കമ്മിറ്റിയും തമ്മിലുള്ള ഒരു അധികാരത്തിന് വേണ്ടിയുള്ള സംഘട്ടനമാണ് നടന്നത്. എന്നാൽ ഇസ്ലാമിക ചരിത്രത്തിൽ ആദ്യം തുടക്കം മുതൽ തന്നെ ഈ സംഘട്ടനം, അധികാരത്തിന് വേണ്ടിയുള്ള സംഘട്ടനം ഉണ്ടായിരുന്നു. പ്രവാചകൻ മുഹമ്മദ് നബി മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ പിൻഗാമിയായി ഖലീഫയായി വന്നത് അബൂബക്കർ സിദ്ദീഖ് എന്ന് പറയുന്ന ആളാണ്. ഈ അബൂബക്കർ സിദ്ദീഖിന്റെ ഖിലാഫത്തിൽ, അതായത് അധികാര സ്ഥാനം ഏൽക്കുന്നതിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുകയും അതിൽ സംഘർഷം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അത് അവിടെ തുടങ്ങി. അദ്ദേഹം പിന്നെ കൊല്ലപ്പെടാതെ അദ്ദേഹം മരിച്ചു. തൊട്ടു പുറകെ അധികാരമേറ്റിരുന്ന ഉമർ ബിൻ അദ്ദേഹം 10 കൊല്ലം ഖലീഫയായിരുന്നു. ഉമർ ബിൻ
പള്ളിയിൽ വെച്ച് നിസ്കരിക്കുമ്പോഴാണ് ഒരു പേർഷ്യൻ അടിമയുടെ കുത്തേറ്റ് മരിക്കുന്നത്. അടിമയുടെ പേര് അബൂ ലൂലു എന്നാണ്. ഈ പേർഷ്യൻ അടിമയായ അബൂ ലൂല് ഇസ്ലാം മതത്തിലെ ഷിയ വിഭാഗക്കാരുടെ ഒരു പുണ്യാളനാണ് എന്ന് അറിയുന്നത് ഒരു കൗതുകമാണ്. അങ്ങനെ ഉമർ ഇബ്നു ഖത്താബ് കൊല്ലപ്പെടുകയും അതിനുശേഷം അധികാരത്തിൽ വന്നിട്ടുള്ള ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എന്ന് പറയുന്ന ഈ ഖലീഫ, ഇവരൊക്കെ തന്നെ ഈ സ്വർഗം കൊണ്ട് ഉറപ്പ് നൽകിയവരാണ്. പ്രവാചകൻ മുഹമ്മദ് നബി 10 പേരെ ഇവർ തീർച്ചയായും സ്വർഗത്തിൽ പോകുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതിൽ ഉറപ്പ് നൽകിയിട്ടുള്ള ആളുകളാണ് ഈ പറയുന്ന ഖലീഫമാർ, അതായത് അബൂബക്കർ സിദ്ദീഖ്, ഉമർ, അലി തുടങ്ങിയ ആളുകളൊക്കെ. അങ്ങനെ ഉസ്മാൻ ഇബ്നു അഫ്ഫാനും ഇതിൽപ്പെടുന്ന ഒരാളാണ്. മൂന്നാമത്തെ ഖലീഫയായ ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ നേരെ വലിയ കലാപം ഉണ്ടായി. വലിയ ജനങ്ങൾ തന്നെ അദ്ദേഹത്തെ എതിരിടുകയും അദ്ദേഹത്തിന്റെ വീട് പണയുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ അവസാന കാലത്തൊക്കെ എത്തിയപ്പോൾ അത് ഒരുപാട് പ്രശ്നങ്ങളും സ്വജനപക്ഷപാതവും ഒക്കെ അദ്ദേഹത്തിന് നേരെ ആരോപിച്ചുകൊണ്ട് മുസ്ലിങ്ങൾ തന്നെ ഗംഭീരമായ കലാപം ആരംഭിച്ചു. ദിവസങ്ങളോളം ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ കൊട്ടാരം കലാപകാരികൾ വളഞ്ഞു. അദ്ദേഹത്തിന് ഉപരോധിച്ചു. അദ്ദേഹത്തിന്റെ വീട്ടിലുള്ളവർക്കോ അദ്ദേഹത്തിനോ പുറത്തിറങ്ങാനോ ഭക്ഷണ സാധനങ്ങൾ സംഭരിക്കാനോ പറ്റാത്ത രീതിയിൽ അദ്ദേഹത്തെ പട്ടിണി കിടന്ന രീതിയിൽ കൊട്ടാരത്തിന്റെ അകത്ത് അദ്ദേഹത്തെ തളച്ചിട്ടു. അങ്ങനെ അവസാന ദിവസം കലാപകാരികൾ വീട്ടിൽ കയറിയിട്ട് അദ്ദേഹത്തെ വെട്ടിക്കൊല്ലുകയാണ്. അദ്ദേഹം ഖുർആൻ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഖുർആൻ ക്രോഡീകരിക്കപ്പെട്ട ഒരു പുണ്യാളനാണ് ഈ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. അദ്ദേഹം ഖുർആൻ വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തെ ചെന്ന് കലാപകാരിയിൽ വെട്ടുന്നത്. അതിന്റെ മുൻനിരയിൽ ഉണ്ടായിരുന്ന ഒരാളാണ് അബൂബക്കർ സിദ്ദീഖിന്റെ മകനായ മുഹമ്മദ് ഇബ്നു അബൂബക്കർ എന്ന് പറയുന്നത്. അങ്ങനെ കലാപകാരികൾ ഇദ്ദേഹത്തെ മാരകമായി വെട്ടിയിട്ട് കൊല്ലുകയും വധിക്കുകയും, 90 വയസ്സുള്ള ഒരു വൃദ്ധനെയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഭാര്യയുടെ വിരലുകൾ ഛേദിക്കപ്പെട്ടു. ഇങ്ങനെ ഇദ്ദേഹം കൊല്ലപ്പെട്ട് അവിടെ നിന്ന് ബോഡി എടുത്തു മാറ്റാനാവാതെ ദിവസങ്ങൾ അവിടെ കിടന്നു എന്നാണ്. അപ്പൊ അതിക്രൂരമായി കൊല്ലപ്പെടുകയും അദ്ദേഹത്തിന്റെ ശവശരീരത്തെ പോലും നിന്ദിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള വലിയ കലാപം, ജനങ്ങളുടെ അഭിപ്രായ വ്യത്യാസം അന്ന് അവിടെ ഉണ്ടായി. അതിനുശേഷം ഈ ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ കലാപത്തിന് പകരം ചോദിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രവാചകന്റെ പത്നിയായിരുന്ന ആയിഷ ഒരു വലിയ കലാപം ആരംഭിക്കുന്നുണ്ട്. അതടുത്ത ഖലീഫയായ അലി ഇബ്നു അബി താലിബിന് നേരെയാണ് ഈ യുദ്ധം. ആ യുദ്ധത്തിന് ചരിത്രത്തിൽ പറയുന്നത് ഒട്ടക യുദ്ധം, അതായത് ബാറ്റിൽ ഓഫ് കാമൽ എന്നാണ് പറയുന്നത്. അങ്ങനെ ആ യുദ്ധത്തിൽ അലി വിജയിച്ചു. പക്ഷേ നിരവധി ആളുകൾ കൊല്ലപ്പെട്ടു. മുസ്ലിങ്ങൾ തന്നെ പരസ്പരം യുദ്ധം ചെയ്ത് കൊല്ലപ്പെട്ടു. ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു. പിന്നെ മുആവിയ എന്ന് പറയുന്ന മറ്റൊരാൾ, അദ്ദേഹം ഒരു സഹാബിയാണ്. മുആവിയയും അലിയും തമ്മിലുള്ള യുദ്ധം, ആ യുദ്ധത്തിലും നിരവധി ആളുകൾ കൊല്ലപ്പെട്ടു. അലി ഇബ്നു അബി താലിബ് എന്ന് പറയുന്ന ഖലീഫ ഇസ്ലാം മതത്തിലെ വലിയ അറിയപ്പെടുന്ന ആളാണ്, ശ്രദ്ധേയനാണ്, അറിവിന്റെ കവാടം എന്നൊക്കെ പ്രവാചകനാൽ വിശേഷിപ്പിക്കപ്പെട്ട ഒരു സഹാബിയാണ്. ഒരു പ്രവാചകന്റെ മകളുടെ ഭർത്താവാണ് ഈ അലി ഇബ്നു അബി താലിബ്. അദ്ദേഹവും അതിക്രൂരമായി കൊല്ലപ്പെടുകയാണ്. അദ്ദേഹം പുലരെ സുബഹി നിസ്കരിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് മറഞ്ഞിരിക്കുന്ന ഒരു കൊലയാളി, അദ്ദേഹത്തിന്റെ പേര് അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം എന്നാണ്. അദ്ദേഹം അലി ഇബ്നു അബി താലിബിനെ വെട്ടിപ്പരിക്കേൽപ്പിക്കുന്നു. തലയിൽ മാരകമായി വിഷം പുരട്ടിയ വാളുകൊണ്ട് വെട്ടിയിട്ട് അദ്ദേഹത്തെ കൊലപ്പെടുത്തുന്നു. ഇതിനു ശേഷവും ആഭ്യന്തര കലാപം തുടരുകയാണ്. ഞാനത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഒരു കാര്യം എൻ്റെ മനസ്സിൽ വല്ലാതെ തറഞ്ഞു നിന്ന ഒരു കാര്യം, വേദനിപ്പിക്കുന്ന ഒരു കാര്യം. ഇസ്ലാമിക ഭരണാധികാരിയായ ഒരാൾ, അദ്ദേഹത്തിന്റെ പേര് യസീദ് എന്നാണ്. യസീദ് ഇബ്നു മുആവിയ. യസീദ് ഇബ്നു മുആവിയയുടെ കൊട്ടാരത്തിലേക്ക് സൈന്യം ഒരു തല കുന്തത്തിൽ കുത്തിയിട്ട് പൊക്കിപ്പിടിച്ച് ആരവത്തോടുകൂടി വരികയാണ്. അങ്ങനെ കൊട്ടാരമുറ്റത്ത് ഈ തല കൊണ്ടുവന്നിട്ട് നിലത്തിട്ട് വടി കൊണ്ട് തട്ടിക്കളിക്കുകയാണ്. ഒരു തല, ഒരു
തല. ഈ തല തട്ടിക്കളിക്കുന്നത് കണ്ട് ദൂരെ മാറി നിന്ന് ഒരു വൃദ്ധൻ വിലപിക്കുന്നുണ്ട്. ആ വൃദ്ധൻ പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ എത്ര തവണ കണ്ടിരിക്കുന്നു, ഞാൻ എത്ര തവണ അള്ളാഹുവിന്റെ റസൂൽ ഈ മുഖത്ത് ചുംബിക്കുന്നത് കണ്ടിരിക്കുന്നു. വാത്സല്യത്തോടുകൂടി അള്ളാഹുവിന്റെ റസൂൽ തലോടിയ ഒരു ഉടലിന്റെ തലയാണല്ലോ ഇത് എന്ന് ഓർത്ത് വിലപിക്കുന്നു ഒരു വൃദ്ധൻ. ആ തല പ്രവാചകൻ മുഹമ്മദ് നബിയുടെ പേരക്കുട്ടിയായ ഹുസൈന്റെ തലയായിരുന്നു അത്. ഇമാം ഹുസൈൻ എന്ന് ഷിയാക്കൾ വിളിക്കുന്ന ഹുസൈനെ കർബലയിൽ വെച്ച് ആ കുടുംബത്തിലെ എല്ലാവരെയും, പ്രവാചകന്റെ സന്തതി പരമ്പരകളിൽപ്പെട്ട എല്ലാവരെയും, സന്തതികളെല്ലാവരെയും കൊന്നൊടുക്കിയിട്ട് ആ തലയുമായിട്ടാണ് ഈ സൈന്യം ഇസ്ലാമിക ഖലീഫയായ ഭരണാധികാരിയായ യസീദിന്റെ കൊട്ടാരത്തിലോട്ട് വന്നിട്ടുള്ളത് എന്നാണ്. എന്റെ നാട്ടിലുണ്ടായ കലാപം ഒരു പള്ളിയിലെ അധികാരത്തിന് വേണ്ടിയുള്ള കലാപമായിരുന്നു. ആ കലാപം പിന്നീട് ആളുകൾ അത് തെറ്റാണെന്ന് മനസ്സിലാക്കിയത് തിരുത്തുകയും സന്ധി സംഭാഷണത്തിലൂടെ അത് ആളുകൾ ആ പകയെല്ലാം മറന്ന് സ്നേഹത്താൽ വർത്തിക്കുകയും പള്ളിയിൽ ഒരു പ്രശ്നവും ഇല്ലാതെ ഇപ്പോൾ ആളുകൾ സമാധാനത്തോടുകൂടി പള്ളിയിലും നാട്ടിലും ജീവിക്കുന്നു. ഇവിടെ പ്രശ്നമില്ല. എന്നാൽ പടച്ചവന്റെ വീട്ടിൽ നിന്ന് രക്തം പ്രവാഹം തുടരുകയാണ്. നമ്മൾ കാണുന്നു, പള്ളികളിൽ വെച്ച് മനുഷ്യൻ പൊട്ടിത്തെറിയുകയും മനുഷ്യന്റെ ചിതറിയ മാംസം ഭാഗങ്ങൾ ഒന്നിച്ച് പള്ളിയിലെ മുസല്ലയിൽ കൂട്ടിയെടുത്ത് പുറത്തോട്ട് കൊണ്ടുവരുന്നതിന്റെ ചിത്രം നമ്മൾ കാണുകയും ചെയ്യുന്നു. പടച്ചവന്റെ വീട്ടിൽ നിന്നും ഇപ്പോഴും രക്തം പ്രവഹിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് നമ്മൾ അറിയുന്നത്. എൻ്റെ നാട് സമാധാനത്തോടുകൂടി കലാപമൊന്നുമില്ലാതെ പണ്ടുണ്ടായ ഒരു മുറിവിനെ സ്നേഹത്താൽ ഉണക്കിയിട്ട് സഹോദര്യങ്ങളോടെ ഇവിടെ നാട്ടുകാർ ജീവിക്കുന്നു. പക്ഷേ പള്ളിയിൽ നിന്നും രക്തപ്രവാഹം, പടച്ചവന്റെ വീട്ടിൽ നിന്നും രക്തപ്രവാഹം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു.